അക്രമത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ RSS ശ്രമമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. RSSന്റെ അക്രമ രാഷ്ട്രീയത്തെ ജനാധിപത്യ രീതിയിൽ നേരിടും. ഗോരക്ഷയുടെ പേരിൽ UPയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതായും അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്ത് തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. RSS അതിക്രമത്തിൽ രാജ്യത്താകെ അപകടകരമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ അക്രമത്തിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് RSS ശ്രമമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. To destabilize the Kerala government is the first target to a situation of a very, very dangerous communal polarization and clash. Of course, we will face the challenge, as I said, and we are determined to defeat it through democratic methods. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം 9 CPIM പ്രവർത്തകരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടയാനുള്ള RSSന്റെ ശ്രമം അക്രമ രാഷ്ട്രീയത്തിന്റെ മുഖമാണെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. അതിക്രമത്തിലൂടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള RSS ശ്രമം നടപ്പാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോരക്ഷയുടെ പേരിൽ UPയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രം BJP സർക്കാർ നടപ്പാക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയോധ്യ പ്രശ്നം കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ RSS തന്നെ അടയ്ക്കുകയാണ്. അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്ത് തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. This is a matter of law. This is not a matter of political settlement. Who is the owner of the land? So let the Supreme Court deliver justice. സംസ്ഥാനത്തെ പോലീസിന്റെ വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചത് അത് തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗമാണെന്നും യെച്ചൂരി പറഞ്ഞു. EP ജയരാജൻ ഉൾപ്പെട്ട ബന്ധുനിയമന വിഷയം അടുത്ത CPIM കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുണ്ട്രയിൽ 10 വയസ്സുകാരുടെ മരണത്തിൽ പ്രതി വിക്ടറിന്റെ ഭാര്യ ലതയെ കസ്റ്റഡിയിലെടുത്തു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. അതേസമയം 14-കാരന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. മരിച്ച കുട്ടിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വിക്ടറിന്റെ ഭാര്യ ആശുപത്രിയിലാണുള്ളത്, ഗുരുതര അവസ്ഥയിൽ. ഇനി ഏത് രീതിയിലാണ് നടപടിക്രമങ്ങൾ, അവരുടെ കൂടി ഇടപെടൽ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത്? കടുത്ത വൃക്കരോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിക്ടറുടെ ഭാര്യ ലത കുണ്ട്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അവരുടെ രോഗം കൂടുതൽ മൂർച്ഛിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 കേസുകളിലാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഒന്ന്, പെൺകുട്ടി മരിച്ച സംഭവത്തിലും മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലും ഇവർ സാക്ഷികളായിരുന്നു, ഇവർ തടഞ്ഞില്ല, അല്ലെങ്കിൽ ഇവർക്കെല്ലാം അറിയാമായിരുന്നു, ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അതിന്റെ പേരിൽ 2 കേസുകളിലായിട്ടാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇന്ന് മജിസ്ട്രേറ്റ്, ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അവിടെ മജിസ്ട്രേറ്റ് എത്തി അവിടെ വെച്ചായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇതാണ് ഇതിന്റെ നടപടി. അതേസമയം 14-കാരൻ മരിച്ച സംഭവത്തിൽ ഇതുവരെ പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതിൽ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ആ കേസിൽ കൂടുതൽ വിദഗ്ധ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ അന്വേഷണ സംഘം വിപുലപ്പെടുത്തണമെന്നുള്ളതാണ് DYSP കൃഷ്ണകുമാർ SP-ക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ വിശദമായ റിപ്പോർട്ട് SP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിന്റെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. പ്രധാനമായും ഇതിൽ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്, 1, ഈ സംഭവം നടന്ന് 7 വർഷമായിരിക്കുന്നു. 2, ഈ കൊച്ചു മരിച്ച വീട് ഇപ്പോൾ ആ സ്ഥലത്തില്ല, മറ്റൊരു വീടാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 3, ഈ കുട്ടിയുടെ മൃതദേഹം അന്ന് ദഹിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടി ഒരു വിദഗ്ധ സംഘം ഈ ടീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് SP-ക്ക് സമർപ്പിക്കാൻ കാരണം. ശരി രാജ്കുമാർ. വയനാട്ടിൽ യതീംഖാനയിലെ കുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് 6 പ്രതികളെയും പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞത്. ജുഡീഷ്യൽ ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സുൽത്താൻ ബത്തേരി 2ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വൈത്തിരി സബ് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. കേസിലെ 6 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു. ബലാത്സംഗം നടന്നതായി പറയുന്ന ഹോട്ടലിന്റെ ഉടമ നാസർ അഹമ്മദ് കോയ, സുഹൃത്തുക്കളായ ജുലൈബ് മുസ്തഫ, ജുമൈദ് അബൂബക്കർ, അസ്ഹർ ഹംസ, മുസ്തഫ അബൂബക്കർ, മുഹമ്മദ് റാഫി എന്നിവരെയാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന 7 പെൺകുട്ടികളെ 3 മാസക്കാലം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. മാർച്ച് 8-നാണ് കേസിലെ 6 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്.
കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം, ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 11 കേസുകളാണ് കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കാസർഗോഡ് മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 3 BJP RS പ്രവർത്തകരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അജേഷ് എന്ന അപ്പു, നിതിൻ, അഖിൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഒരാഴ്ച മുമ്പാണ് പഴയചൂരി മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വ്യക്തിപരമായ യാതൊരു വിരോധവും ഇല്ലാതെയാണ് കാസർഗോഡ് ചൂരിയിലെ മദ്രസാധ്യാപകൻ കർണാടക കുടക് സ്വദേശി 30-കാരനായ റിയാസിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. വർഗീയ ധ്രുവീകരണവും സാമുദായിക ഭിന്നതയും ലക്ഷ്യമാക്കി നടത്തിയ കൊലപാതകമാണിതെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. 1-ാം പ്രതി 19-കാരനായ അജേഷ് എന്ന അപ്പു, 2-ാം പ്രതി 20-കാരനായ നിതിൻ, 3-ാം പ്രതി 25-കാരനായ അഖിൽ എന്നിവരെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി കനത്ത സുരക്ഷാ സംവിധാനത്തോടെ ഉച്ചയോടെ കാസർഗോഡ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കി. ഇവരെ മജിസ്ട്രേറ്റ് A. നിസാം 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വർഗീയ താൽപര്യങ്ങൾ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A. ശ്രീനിവാസൻ. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ 3 പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഈ ആൾക്കാരനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് പിന്നെ ചോദ്യം ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതായിരിക്കും. ഒരു വർഗീയ രീതിയിലാണ് കാണുന്നത്. ശാസ്ത്രീയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് അവലംബിച്ചത്. സൈബർ സെല്ലിന്റെ സഹായവും ലഭിച്ചു. നേരത്തെ വർഗീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന മീപ്പുകുരി, ചൂരി പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗത്തിലും പെട്ട യുവാക്കളെ പങ്കെടുപ്പിച്ച് ജനമൈത്രി പോലീസ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ഇത് പ്രതികൾക്ക് ഇഷ്ടമായില്ല. സാമുദായിക സൗഹാർദ്ദം തകർക്കുക എന്ന ദുരുദ്ദേശത്തോടെ ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകമെന്നാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രത്യേക പോലീസ് സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീനിവാസ് നേതൃത്വം നൽകിയ ടീമിൽ മാനന്തവാടി ജോയിന്റ് SP ജയദേവ് ജി, മലപ്പുറം DCRB DYSP മോഹനചന്ദ്രൻ, തളിപ്പറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ PK സുധാകരൻ എന്നിവർ അംഗങ്ങളായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജിഷ്ണു കേസിലെ മുഖ്യപ്രതി കൃഷ്ണദാസിന്റെ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ജിഷ്ണുവിന്റെ മാതാവ് മഹിജ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികൾ നിരോധിക്കണമെന്നും മറ്റൊരു ജിഷ്ണു ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും മഹിജ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ജിഷ്ണു കേസിലെ മുഖ്യപ്രതി കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ കക്ഷി ചേർന്നാണ് ജിഷ്ണുവിന്റെ മാതാവ് മഹിജയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. സ്വാശ്രയ കോളേജുകൾ ഇടിമുറികളായി മാറിയെന്നും മറ്റൊരു ജിഷ്ണു ഉണ്ടാകുന്നതിന് മുമ്പ് കോടതി അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ജിഷ്ണുവിന്റെ മാതാവ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കൃഷ്ണദാസ് ഇടക്കാല ജാമ്യം നേടിയത് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചാണെന്നും ഇത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഉന്നത സ്വാധീനമുള്ള കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ചതോടെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്നും മഹിജ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ലക്കിടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൃഷ്ണദാസിന് ജാമ്യം നൽകിയിരുന്നു. ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ജസ്റ്റിസ് എബ്രഹാം മാത്യുവിനെതിരെ ചീഫ് ജസ്റ്റിസിന് മഹിജ ഹർജി നൽകിയതിന് പിന്നാലെ ഇതിനെതിരെ വിമർശനവുമായി ബാർ കൗൺസിൽ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കന്യാകുമാരിയിലെ തക്കലയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 4 പേർ മരിച്ചു. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ലോറിയും വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മലപ്പുറത്ത് SDPI വെൽഫെയർ പാർട്ടികളുമായുള്ള സഖ്യത്തിന് ലീഗിന്റെ രഹസ്യ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച SDPI വെൽഫെയർ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗുമായി ഒത്തുകളിക്കുന്നു. 2014 SDPIക്ക് 47,853 വോട്ടും വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടും ലഭിച്ചിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്ത ലീഗും UDFും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ്. 2014 വോട്ടും ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്നത് നിലവിലെ സാഹചര്യത്തിൽ UDFന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ 13,12,693 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 70% വരുന്ന മുസ്ലിം വോട്ടിലാണ് ലീഗിന്റെ കണ്ണ്. ഈ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള അണിയറ നീക്കം ലീഗ് തുടങ്ങിക്കഴിഞ്ഞു. 2014 E. അഹമ്മദിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി 47,853 വോട്ട് നേടിയ SDPIക്കും 29,216 വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിക്കും ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് ഇവരുടെ പിന്മാറ്റം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി മത്സരിക്കുന്നതല്ല.
എങ്ങനെയാണ് വോട്ട് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭയ്ക്ക് കീഴിലെ 7 മണ്ഡലങ്ങളിലും SDPI മത്സരിച്ചിരുന്നു. 20,000-ഓളം വോട്ടും ഇവർ പിടിച്ചു. കാര്യമായ വോട്ട് ലഭിച്ചില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ചെറുകിട പാർട്ടികളെല്ലാം ചേർന്ന് പൊതുസ്വതന്ത്രം നിർത്താനുള്ള ശ്രമം തടയുന്നതിലും ലീഗ് വിജയിച്ചു. AK ലതീഷ്, മലപ്പുറം. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഒരു കോളം ഒഴിച്ചിട്ടെന്ന് കാണിച്ച് പരാതി. സൂക്ഷ്മ പരിശോധനാ സമയത്ത് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയത് ബഹളത്തിനിടയാക്കി. പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് റിട്ടേണിംഗ് ഓഫീസർ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രിക സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിലെ പേജ് നമ്പർ 13-ലെ സ്വത്തുവിവരം സംബന്ധിച്ചുള്ള വിവരങ്ങളിലെ ഒരു കോളമാണ് വിട്ടുപോയത്. ഭാര്യയുടെ പേരിലുള്ള ഈ ഭൂമിയുടെ മൂല്യം കാണിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നടന്നതിന്റെ വിവരങ്ങളില്ല. എന്നാൽ ഒരു കോളവും ഒഴിച്ചിട്ടിട്ടില്ലെന്ന് കലക്ടർ പത്രിക സ്വീകരിച്ച സമയത്ത് റെസിപ്റ്റ് നൽകിയിരുന്നു. കോളം ഒഴിച്ചിട്ടത് കാണിച്ച് റിട്ടേണിംഗ് ഓഫീസർ നോട്ടീസും നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പിഴവ് ചൂണ്ടിക്കാണിച്ച് പത്രിക സ്വീകരിക്കുകയായിരുന്നു. BJP ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ ഡിഫക്റ്റ് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് തള്ളാനുള്ള വിവേചന അധികാരം മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് നിയമപരമായിട്ടുള്ളത്. പക്ഷേ അതല്ലാതെ സ്വീകരിക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിക്കപ്പെട്ടത്. 7 കോളം ഒഴിച്ചിട്ട യൂസഫ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനാ സമയത്ത് തള്ളിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആമിയായുള്ള മഞ്ജുവാരുടെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. കമലാ സുരയ്യയുടെ ജീവിതം പ്രമേയമാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രം ആമിയുടെ സ്വിച്ച് ഓൺ കർമ്മം പുന്നിയൂർക്കുളത്ത് നടന്നു. ആമി മുതൽ കമലാ സുരയ്യ വരെയുള്ള മാധവിക്കുട്ടിയുടെ ജീവിതം പകർത്തുകയാണ് കമൽ. മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ ഇരമ്പുന്ന നീർമാതളം പൂക്കുന്ന മണ്ണിൽ ആമിയുടെ ചിത്രീകരണം തുടങ്ങി. അണിയറ പ്രവർത്തകർ നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ചിത്രീകരണം തുടങ്ങിയത്. ഏത് നടിയെയും കൊതിപ്പിക്കുന്ന വേഷം അഭിനയിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് മഞ്ജു വാര്യർ. ഏതൊരു മലയാളിക്കും ഏറ്റവും സ്നേഹത്തോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രമാണ് മാധവിക്കുട്ടി അമ്മയുടേത്. മാധവിക്കുട്ടി അമ്മയുടെ ഒരു ജീവിത ചരിത്രം സിനിമയാകുമ്പോൾ അതിൽ കഥാപാത്രമാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏതൊരു അഭിനേത്രിയെയും കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് എൻ്റെ ഒരു മുജ്ജന്മ പുണ്യമെന്നോ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നോ ഞാൻ കരുതുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിനമെന്ന കമൽ. പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇപ്പൊ മഞ്ജുവിനെ കണ്ടില്ല നമ്മള്. ഇപ്പൊ മഞ്ജു മാധവിക്കുട്ടി ആയി എന്നാണ് ഇവിടെ കാണുന്ന എല്ലാവരും പറയണത്. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഒറ്റപ്പാലത്താണ്. പിന്നീട് കൊൽക്കത്ത, കൊച്ചി എന്നിവിടങ്ങളിലും ചിത്രീകരണം നടക്കും. പൃഥ്വിരാജ്, അനൂപ് മേനോൻ, മുരളി ഗോപി, KPC ലളിത തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. മാധവിക്കുട്ടിയുടെ ബാല്യകാലം അവതരിപ്പിക്കുന്നത് നീലാഞ്ജനയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരൾച്ചയിൽ പാലക്കാട് ജില്ലയുടെ കാർഷിക മേഖല തകർന്നു. 45 കോടിയുടെ വിളനാശമെന്ന് കൃഷിവകുപ്പ് റിപ്പോർട്ട്. 14,000 ഹെക്ടർ നെൽകൃഷിയും 6 ഹെക്ടറിലെ പച്ചക്കറിയും വെള്ളമില്ലാതെ ഉണങ്ങി നശിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിയന്ത്രണം കർശനമാക്കുന്നു. സർക്കാർ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ഏറ്റവും പുതിയ തീരുമാനം വന്നിരിക്കുന്ന. വിശദാംശങ്ങളുമായി MR സജേഷ്, ജിതിൻ ചന്ദ്രനാണ് ചേരുന്നത്. ജിതിൻ, ഇക്കാലത്ത് സമീപകാലത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, വിവാദമായ സാഹചര്യങ്ങൾ, സസ്പെൻഷനുകൾ, ഇതൊക്കെ മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണോ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത്? നിയന്ത്രണങ്ങൾ ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പോകുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ നയങ്ങളിലും മറ്റ് നടപടികളിലും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിനും നേരത്തെ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതത് ഉദ്യോഗസ്ഥരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ മേലുദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും അതിൽ അപാകത ഉണ്ടാവുകയാണെങ്കിൽ അവർ നടപടിയെടുക്കണമെന്നുമാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ സർക്കുലറിലൂടെ മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. സർക്കാർ നടപടികളിലും ഒപ്പം തന്നെ നിലപാടുകളിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഒഴിവാക്കേണ്ടി വരിക. ഇതിനെതിരെ കർശനമായ നടപടികളും നിരീക്ഷണങ്ങളും എടുക്കാനാണ് മേലുദ്യോഗസ്ഥർക്ക് പൊതുഭരണ വകുപ്പിന്റെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നത്.
ഈ നിർദ്ദേശം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മേലുദ്യോഗസ്ഥർ നടപടിയെടുക്കണം. അവർ നടപടിയെടുക്കുന്നതിൽ മേലുദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ അത് ഗുരുതരമായ തെറ്റായി കണക്കാക്കുമെന്നും ഈ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇടപെടുന്നതിലുണ്ടായ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് പുതിയ സർക്കുലറിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത്. ശരി ജിതിൻ. പത്തനംതിട്ടയിൽ നാളെ നടക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൈരളി ടിവിയും കാഴ്ചയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷവും സാംസ്കാരിക സമ്മേളനവും നാളെ വൈകിട്ട് 5 മണിക്ക് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുന്നത്. പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളെ അണിനിരത്തിയുള്ള 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയും ഉണ്ടാകും. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പരിപാടിയുടെ രക്ഷാധികാരിയും പത്തനംതിട്ട നഗരസഭ അധ്യക്ഷയുമായ രജനി പ്രദീപ് പറഞ്ഞു. പത്തനംതിട്ട നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നമ്മളോട് പൂർണ്ണമായിട്ടും സഹായിക്കുന്നുണ്ട്. ഒരു ചാനലിൻ്റെ മാത്രമായിട്ടുള്ള പരിപാടി അല്ല ഇത്. പത്തനംതിട്ട നഗരസഭയും പത്തനംതിട്ട പൗരജനങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ആൾക്കാരെ ഉൾക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവസാന ഘട്ടം ആയി പൂർണ്ണമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് എല്ലാവരും സഹകരിക്കുന്നു. ഏകദേശം 25,000 ആൾക്കാരെയാണ് പരിപാടി വീക്ഷിക്കാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രചാരണ വാഹനം നഗരസഭാ അധ്യക്ഷ രജനി പ്രദീപാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഈ വാഹനം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രചാരണവുമായി എത്തുന്നുണ്ട്. പ്രത്യേകം നൽകിയ പാസ് മുഖാന്തരമാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുക. വൈകിട്ട് 4 മണിയോടെ തന്നെ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പരിസ്ഥിതി സൗഹൃദ വിവാഹാഘോഷം നടത്തുന്നവരെ അനുമോദിച്ചും ആദരിച്ചും മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ. കണ്ണൂരിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ഫാത്തിമ ഗോൾഡുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരസഭ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഈ പദ്ധതിക്ക് തുടക്കമായി.